Hello everyone, welcome to നമ്മുടെ classroom. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോൾ കോൺസെപ്റ്റ്സിൻ്റെ പാർട്ട് 2 ആണ്. ദാറ്റ് ഈസ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് വേരിയസ് ടൈപ്സ് ഓഫ് ന്യൂമെറിക്കൽസ്. ഞാൻ പറഞ്ഞിരുന്നു ലാസ്റ്റ് പാർട്ടിൽ നമ്മളവിടെ എല്ലാ തിയറിയും കോൺസെപ്റ്റ്സും എല്ലാം ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ കംപ്ലീറ്റ്ലി ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് എന്താ പറയുന്നത്, ഈ ടോപ്പിക്കിന് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ലൈക്ക് മോസ്റ്റ്ലി ന്യൂമെറിക്കൽസേ വരാൻ ചാൻസ് ഉള്ളൂ. Theory based questions വരാൻ വളരെ കുറവ് ചാൻസ് ആണ്. ഓക്കെ, ഓൾമോസ്റ്റ് ലൈക്ക് they'll ask you numericals only. ഓക്കെ, സോ ഇന്ന് നമ്മൾ എന്താ പറയുന്നത് 4 types of numericals കവർ ചെയ്യും ഇന്നത്തെ വീഡിയോയിൽ. സോ we'll discuss all the solutions. Okay, so let's begin today's session. ഇന്നത്തെ ടൈപ്പ് 1 ക്വസ്റ്റ്യൻസ് വരുന്നത് നമ്മൾ 2 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ കവർ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ് സി വാട്ട് ദാറ്റ് ഈസ്. സോ എന്താ പറയുന്നത്, നമ്മൾ മോൾ കോൺസെപ്റ്റ്സ് എന്താണെന്ന് നോക്കിയിരുന്നു. നമ്മൾ മോൾ കോൺസെപ്റ്റ്സ് ഇൻ ടേംസ് ഓഫ് മാസും കണ്ടിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്ത നെക്സ്റ്റ് സബ് ടോപ്പിക് ആയിരുന്നു മോൾ കോൺസെപ്റ്റ്സ് ഇൻ ടേംസ് ഓഫ് നമ്പർ, right? So I hope you have seen that video. If in case you have not seen that video, I'll put the link in the description below. So do check out that video first and then get back to this one. Fine. So ഈ type 1 questions എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് നമ്പർ ഓഫ് മോൾസും മാസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, ലൈക്ക് വൈസ് വേഴ്സ. ഇഫ് ലൈക്ക് ഇൻ ദ ക്വസ്റ്റ്യൻ they'll give you the number of moles and they'll ask you what is the mass of it, or conversely it will be like they'll give you the mass and they'll ask you how many number of moles are present. Okay, so both ways they can ask you questions. നമ്മൾ രണ്ട് കേസിലും ആയിട്ട് 2 ക്വസ്റ്റ്യൻസ് എടുത്ത് ഡിസ്കസ് ചെയ്യുമായിരിക്കും. ഓക്കെ, സോ ലെറ്റ്സ് സീ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോൾസ് ഇൻ ഫസ്റ്റ് പാർട്ട് ഇസ് 100 gram of water. Okay, and you have the second part as calculate the number of moles in 100 grams of iron, Fe. Fine. So what I'll do is I'll discuss this first part and then I'll give you the chance to solve the second part by yourself because it is very much the similar case. Okay, so let's see the solution. Okay, so നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോൾസ് ആണ് ചോദിച്ചിരിക്കുന്നത് ഇൻ 100 grams ഓഫ് വാട്ടർ. ഐ എം സോൾവിങ് ദ ഫസ്റ്റ് കേസ്. ഓക്കെ, ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 100 grams ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ അത് എത്ര മോൾസ് ആണെന്നുള്ളതാണ്, റൈറ്റ്? സോ നമ്മൾ പഠിച്ചിരിക്കുന്നത് വെച്ച് യു നോ ദാറ്റ് ഒരു മോൾ വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഗ്രാം മോളിക്കുലാർ മാസ് ആണ്, റൈറ്റ്? So we know that 1 mole of water is equal to 18 grams. Fine. So the question is 100 grams la etra number of moles aanullana. So 18 grams nu paranju kayinjal it's 1 mole. So then 1 gram H2O means it is 1 by 18, and so for 100 grams of H2O it is 1 by 18 into 100. So the answer is 5.56. Very simple, extremely simple. See, ഒരു കാര്യമുണ്ട്, ഈ മോൾ കോൺസെപ്റ്റ്സിനകത്ത് നിങ്ങൾക്ക് യൂണിറ്ററി മെത്തേഡിൻ്റെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ, ആ ബേസിക് മാത്തമാറ്റിക്സിൻ്റെ ഒരു ഐഡിയ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ it is very very simple to solve these numericals. See, another way is that you can use some sort of like set of formulas which you can use, get the values and substitute and solve it. See, ആ ഫോർമുലേസിനെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ടാണ്, ആ ഫോർമുലാസ് എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലാക്കിയിട്ടാണ് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് മേക്സ് സം സെൻസ്. അതർവൈസ് ഇഫ് യു ആർ ജസ്റ്റ് ബ്ലൈൻഡ്ലി ലുക്കിംഗ് ഫോർ ദ വാല്യൂസ് ആൻഡ് ദെൻ ജസ്റ്റ് പുട്ടിംഗ് ഇൻ ടു ദ ഇക്വേഷൻ ആൻഡ് സോൾവിങ് ആൻഡ് ഗെറ്റിംഗ് ദ ആൻസർ, ആൻഡ് ബൈ ദ എൻഡ് ഓഫ് ദ ഡേ ഇഫ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ ക്വസ്റ്റ്യൻ ഇസ്, ദെൻ ഇറ്റ് മേക്സ് നോ സെൻസ്. ഓക്കെ, സോ ക്വസ്റ്റ്യനെ ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അതെന്താ തന്നിരിക്കുന്നത്. സി, ഏറ്റവും ആദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അതെന്താണെന്ന് ചോദിക്കുന്നത്, എന്താണ് അവിടെയുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ നിങ്ങൾ നോക്കണം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഗിവൺ ഡേറ്റ എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ആ ഒരു 1 മോൾ എന്ന് പറയുന്നത് 1 mole of whatever that substance is എന്ന് പറയുന്നത് is equal to its gram atomic mass or gram molecular mass എന്ന് നിങ്ങൾക്കറിയാം. And that in turn is equal to Avogadro number of
that many particles of that particular substance. അതാണ് അതിൻ്റെ ആ ഒരു എന്താ പറയുക ക്ലൂ എന്ന് പറയുന്നത്. അതിൽ നിന്ന് നിങ്ങൾക്ക് ലിങ്ക് ചെയ്ത് ഏത് ക്വസ്റ്റ്യൻ വേണേലും സോൾവ് ചെയ്യാം. ഇവിടെ എന്ന് വെച്ചാലും നമുക്ക് ചോദിച്ചിരിക്കുന്നത് 100 grams ഓഫ് വാട്ടറിൽ എത്ര മോൾസ് ഉണ്ടെന്നുള്ളതാണ്, റൈറ്റ്? ക്വസ്റ്റ്യൻ ദിസ് വേ ആണ് ക്വസ്റ്റ്യൻ. നമുക്ക് സോൾവ് ചെയ്യേണ്ടത് നമ്പർ ഓഫ് മോൾസ് ആണ്, മാസ് തന്നിട്ടുണ്ട്, ഓക്കെ? അല്ലെങ്കിൽ മാസ് തന്നിരിക്കും ആൻഡ് യു ഹാവ് ടു സോൾവ് ഫോർ നമ്പർ ഓഫ് മോൾസ്. സോ ഹിയർ ദ കേസസ് they have given you the mass, that is 100 grams of water, and you need to solve the number of moles present in that 100 grams of water. Okay, so ഒന്നുമില്ല, ബേസിക്കലി നിങ്ങൾ ഏറ്റവും ആദ്യം 1 mole എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലോട്ട് വരിക. 1 mole ഓഫ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മാസ് എത്രയാണ്? 18 grams ആണ്, റൈറ്റ്? സോ 18 grams വാട്ടർ എന്ന് പറയുന്ന 1 mole ആണെങ്കിൽ then the question is 100 grams of water എന്ന് പറയുന്നത് എത്ര മോൾ ആണെന്നുള്ളതാണ്. അത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് സിംപ്ലി യൂണിറ്ററി മെത്തേഡ്. നമ്മൾ മാത്തമാറ്റിക്സിൽ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള 5th 6th പഠിച്ചിട്ടുള്ള ആ ഒരു സിമ്പിൾ മെത്തേഡ് തന്നെയാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ എന്താ പറയുന്നത്, 10 ആപ്പിൾസ് മേടിച്ച് കഴിഞ്ഞപ്പം ഇത്രയും രൂപയായി, അന്നേരം 5 ആപ്പിളിന് എത്രയായിരിക്കും? സെയിം സംഭവം തന്നെയാണ് ഇതും. ഓക്കെ, സോ കോമൺ സെൻസ് ആണ്, വളരെ സിമ്പിളാണ്. നിങ്ങൾ കൺഫ്യൂസ് ആകാതെ അതിനെ ശരിക്കും അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഗിവൺ ഡേറ്റ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞിട്ട് അതിനെ ആ 1 മോളിൻ്റെ ആ ഒരു കോൺസെപ്റ്റുമായിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി വെരി സിമ്പിൾ. ഫൈൻ. സോ ന്യൂമെറിക്കൽസ് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട്, പല സ്റ്റുഡൻസും ന്യൂമെറിക്കൽസ് വന്നു കഴിയുമ്പം they'll be so afraid to solve, even start the question. Okay, so don't be like that. നിങ്ങൾ എത്ര പ്രാക്ടീസ് ചെയ്യുന്നു, ഇത് ന്യൂമെറിക്കൽസിന് കീ, അതിനെ എന്താ പറയുന്നത്, ക്രാക്ക് ചെയ്യേണ്ട ഒരു കീ എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അതിന് മാക്സിമം ന്യൂമെറിക്കൽസ് കുറേ പ്രാക്ടീസ് ചെയ്യുക ഇഫ് യു ആർ ഫൈൻഡിങ് ഇറ്റ് ഡിഫിക്കൾട്ട്. ഓക്കെ, ആൻഡ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ ദാറ്റ് വാട്ട് ദ എക്സാമിനർ ഇസ് ആസ്കിങ് rather than just thinking of some equation and then just substituting somehow and getting the answer. അതിലും ബെറ്റർ ആയിരിക്കും നിങ്ങൾ അതിനെ മനസ്സിലാക്കുക. then it will be really really easy for you. And numericals is the best thing to score in any sort of exams rather than theory. It's boring, right? So let's so I am just giving you a lecture like that. Fine. So we'll move on. So this question was quite simple, right? So now we'll move on to the next question where they'll be giving you the number of moles and asking you the mass. So here's the question. See, they are asking you to calculate the mass of 0.5 mole of sugar. Okay, so നമുക്ക് ഈ പ്രാവശ്യം എന്താണെന്ന് വെച്ചാൽ മോൾസ് തന്നിട്ടുണ്ട് and you need to calculate the mass. Fine. So sugarന്റെ molecular formula ഇവിടെ തന്നിട്ടുണ്ട്, C12H22O11, right? and അതിൻ്റെ atomic masses നമുക്ക് given ആണ്. so നമുക്ക് ഈ പ്രാവശ്യം എന്താ തന്നിരിക്കുന്നത്, നമുക്ക് മോൾസ് തന്നിട്ടുണ്ട് and you need to calculate the mass. so ഏറ്റവും ആദ്യം just think that related to 1 mole. Okay, so let's see the solution. So see, for 1 mole of sugar, what is the mass of 1 mole of sugar? It is 342 grams. I hope you can understand these things, these simple calculations. So 1, and the data is given over here in the bracket. Okay, so 1 mole of sugar in the mass etrayana, and a gram molecular mass, and that is 342 grams. And so they have asked for 0.5 mole of that same molecule. So that is 0.5 into 342 grams, and the answer is 171 grams. Quite simple. It's really really simple, right? So now let's move ahead to the second type of question. Okay, so let's see. Okay, so for this type of question the examiner will give you the number of atoms or molecules and നിങ്ങൾക്ക് അതിൻ്റെ മാസ് കണ്ടുപിടിക്കണം. Okay, or vice versa. എന്ന് വെച്ചാൽ മാസ് തന്നിട്ട് കാണും and they'll expect you to calculate the number of moles, the number of atoms or molecules. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാൻ എന്താണ്. So the question is calculate the number of molecules of water in a drop of water weighing 0.05 gram. Okay, so question എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു വാട്ടർ ഡ്രോപ്പ് ഉണ്ട്. ഓക്കെ, ആൻഡ് ആ വാട്ടർ ഡ്രോപ്പിൻ്റെ വെയിറ്റ് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ മാസ് എന്ന് വെച്ചാൽ 0.05 grams ആണ്. ഓക്കെ, സോ ആ ഒരു 0.05 grams ഓഫ് വാട്ടർ ഡ്രോപ്ലെറ്റിൽ എത്ര മോളിക്യൂൾസ് ഓഫ് വാട്ടർ പ്രസൻറ്റ് ഉണ്ടെന്നുള്ളതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ദ ക്വസ്റ്റ്യൻ, ദേ ഹാവ് ഗിവൻ യു ദ മാസ്
and you're expected to calculate the number of molecules. Fine. So let's see the solution. This is also very, very simple. Actually, all the questions in this section are simple. Okay. So again, we are going to relate it to 1 mole. So namakkariyam 1 mole of water nu parnal adu 18 grams aanu. That is its gram molecular mass. And that 18 grams of water contains Avogadro number of water molecules. Right? I hope you remember what Avogadro's number is. If you have forgotten, go back and see the part 1 of this mole concepts video. Okay. So 18 grams of water nu paranju kaniyaal it's Avogadro number of molecules. So when 18 grams of water is Avogadro number of molecules, then 1 gram of water will be 6.0 Avogadro numbers divided by 18 grams. So 18. Okay, I'm sorry, 1 gram of water will contain how many molecules of water? Avogadro numbers divided by 18. So 0.05 grams of water will contain Avogadro number divided by 18. Sorry, this is 10 power 23. Okay, there's a correction, guys. It is 6.022 into 10 to the power 23. Okay, divided by 18 into 0.05 molecules. So ഒരു 0.05 gram water drop നാത്ത് 1.672 into 10 to the power 21 molecules of water കാണും. ശരിയല്ലേ? ഇപ്പം നിങ്ങൾക്കൊരു കോമൺ ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഒരു ബേസിക് കോമൺ സെൻസ് വേണം. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു ആൻസർ ഓഡായിട്ട് വളരെ ഓഡായിട്ട് വരുന്ന ആൻസർ ആകുമ്പോൾ ബ്ലൈൻഡ്ലി അത് കാൽക്കുലേഷൻ മിസ്റ്റേക്ക് കാരണം എങ്ങനെ ബ്ലൈൻഡ്ലി നിങ്ങൾ ആ ഓഡായിട്ട് ഒരു വിയേർഡായിട്ടുള്ള ആൻസേഴ്സ് ഒന്നും എഴുതിയിട്ട് വരരുത്. ഒരു 0.05 gram വാട്ടറിനകത്ത് എന്തുമാത്രം മോളിക്യൂൾസ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് പോസിബിൾ എന്ന് നിങ്ങൾക്ക് ഒരു ഉദ്ദേശം അറിയാം. ഒരു റഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി സംതിങ് ലൈക്ക് 10 to the power like 19, 20, 21, 22 something like that. അല്ലാതെ ഇപ്പം 1672 ഒന്നും വരികയല്ലോ ഒരിക്കലും. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. എന്നിട്ട് നിങ്ങൾ ആ ഒരു ബേസിക് കോമൺ സെൻസ് വെച്ച് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം നിങ്ങളുടെ ആൻസർ ശരിയാണ്. അല്ലെങ്കിലും നിങ്ങൾ ന്യൂമറിക്കൽസ് ചെയ്യുമ്പോൾ എപ്പോഴും ഒന്ന് ഫൈനലി ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒന്ന് ക്രോസ് ചെക്ക് എപ്പോഴും ചെയ്യണം. Okay, that's a good practice. So it's simple. So we'll move ahead. Okay, so the next question is calculate the mass in milligrams of 10 to the power 23 molecules of SO2 gas. So ഇതെന്ന് പറയുന്നത് നമ്മൾ മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ്റെ റിവേഴ്സ് ആണ്. ദാറ്റ് അവർ നമുക്ക് നമ്പർ ഓഫ് മോളിക്യൂൾസ് തന്നിട്ടുണ്ട് and you need to calculate the mass, right? So again, let's go back to that 1 mole concept. Let me get my pointer. Yeah. So 1 mole of SO2 nu parayunnathaanu Avogadro number of molecules of SO2, right? And 1 mole of SO2 ന്റെ mass nu parayunnathu inde gram molecular mass aanu. So Avogadro number of molecules of SO2 ന്റെ mass nu parnal it's 64 grams. The data is given. Sulfur 32 ആണ്, oxygen 16 ആണ്. So I hope this is the molecular formula. So I hope you can calculate its gram molecular mass, right? So 1 mole of SO2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Avogadro number of molecules of SO2 ന്റെ mass എന്ന് പറയുന്നത് 64 grams ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 10 to the power 20 molecules of SO2 ന്റെ mass എത്രയാണ്? It's very simple. You can calculate it for 1 molecule of SO2. Okay? Remember this step, okay? The next type of question is to calculate the mass of 1 molecule of the given substance. So it's the same sort of question again and again. So the mass of 1 molecule of SO2 will be 64 divided by Avogadro number. So for 10 to the power 20 molecules of SO2, the mass will be 64 divided by Avogadro number into 10 to the power 20. So the answer will be 0.0106 grams. Now നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന പരിപാടി ഈ ആൻസർ എഴുതിയിട്ട് വരും വളരെ കോൺഫിഡൻ്റ് ആയിട്ട്. ക്വസ്റ്റ്യനിൽ എന്താണ് എക്സാമിനർ ചോദിച്ചിരിക്കുന്നത്? യു നീഡ് ടു ആൻസർ ഇറ്റ് ഇൻ മില്ലിഗ്രാംസ്. സോ പേ അറ്റൻഷൻ ടു ദ ക്വസ്റ്റ്യൻ, റീഡ് ദ ക്വസ്റ്റ്യൻ at least 2 times. Okay, open your eyes and read it properly, that what the examiner is asking. He or she is not expecting you to answer it in grams. You need to answer it in milligrams. So ഇവിടം വരെ ചെയ്തിട്ട് നിർത്തരുത്. നിങ്ങളതിനെ യൂണിറ്റ് കൺവേർഷൻ ചെയ്ത്
the milligrams la answer edhanam. I hope you guys know that much, okay, gram to milligram. Okay, so the final answer will be 10.6 milligrams. Very very simple. Fine, so let's move ahead. നമുക്ക് ഇനി ടൈപ്പ് 3ലേക്ക് പോകാം. ഓക്കെ ഓക്കെ സോ നമുക്ക് എന്താ പറയുന്നത് ടൈപ്പ് 3 നോക്കാം. ടൈപ്പ് 3 അത് തന്നെ ഞാൻ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞ അതേപോലത്തെ തന്നെ ക്വസ്റ്റ്യൻ ആണ്. ഫോർ ദാറ്റ് മാറ്റർ അത്രയും പോലും ചെയ്യേണ്ട, അതിൻ്റെ പകുതി ചെയ്താൽ മതി. ദാറ്റ് ഈസ് കാൽക്കുലേറ്റിംഗ് ദ ആക്ച്വൽ ലെറ്റ് മീ ഗെറ്റ് മൈ പോയിന്റർ. Wait a sec. Okay, fine. So calculation of actual mass of a single atom or molecule. Okay, so നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു നിങ്ങളോട് ചോദിച്ചിരുന്നത് 10 to the power 20 molecules of SO2 എന്നായിരുന്നു ചോദിച്ചിരുന്നത്. അതിൻ്റെ മാസ് എത്രയാണെന്ന് ചോദിച്ചിരുന്നത്. ഇപ്പോൾ 10 to the power 22 മോളിക്യൂൾസ് വരെ പോലും പോകണ്ട, ഒരു മോളിക്യൂളിൻ്റെ കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു ആറ്റത്തിൻ്റെ കണ്ടുപിടിച്ചാൽ മതി. ഇറ്റ്സ് മച്ച് മോർ സിംപ്ലർ. ഓക്കെ, for that matter everything is simple, right? Okay, so let's see the question. So the question says calculate the mass of a molecule of CO2. Okay, so very very simple. പിന്നെ നമ്മൾ ആ 1 മോളിൻ്റെ ആ കോൺസെപ്റ്റിലോട്ട് പോവാണ്. 1 മോൾ CO2 എന്ന് പറഞ്ഞാൽ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. സോ മാസ് ഓഫ് അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് എത്രയാണ്? 44 grams ആണ്. സോ മാസ് ഓഫ് 1 molecule of CO2 എത്രയായിരിക്കും? I'm leaving this for you guys. You can calculate it. It's very 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 simple, yeah. So I don't need to show that. I'll give you the answer. This is the final answer. So I hope you all can solve this and get this answer. Okay, it's the same thing what we did in the previous previous question. For, just the differences നിങ്ങൾ last ചെയ്ത step വിട്ടിട്ട് അതിന് മുന്നേ വരെയുള്ള second last step വരെ ചെയ്ത് കഴിഞ്ഞാൽ you'll get the answer. Fine. Okay, so now let's move ahead and see what is the next question. So നമ്മൾ type 4ലോട്ട് മൂവ് ചെയ്യുവാണ്. type 4ലുള്ള questions എങ്ങനെ? Okay, so type 4 question എന്ന് പറയുന്നതാണ് you need to calculate the molar mass. Okay, molar mass എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും സബ്സ്റ്റൻസിൻ്റെ molar mass എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മോളിന് ഉള്ള മാസ് എത്രയാണോ that is the molar mass. Okay, so let's see the question. Question says that this is a good question. Okay, simple, but like you may find it a bit tricky, some of you. Okay, so the question is 10 to the power 22 atoms of an element X are found to have a mass of 930 milligrams. Okay, ഇവിടെ ഒരു സംഭവം ഉണ്ട്, ഞാൻ പറയാം, നിങ്ങൾ മിസ്റ്റേക്ക് ചെയ്യാൻ പോകുന്നത്. Calculate the molar mass of the element X. Okay, so നമുക്ക് എന്താ പറയുന്നത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് മോലാർ മാസ് ഓഫ് എലിമെൻറ്റ് എക്സ് എത്രയാണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് തന്നിരിക്കുന്ന ഗിവൻ ഡേറ്റ എന്താണ്? ഇറ്റ് സേസ് ദാറ്റ് 10 to the power 23 ആറ്റംസ് ഓഫ് ഏതോ ഒരു എലിമെൻറ്റ് എക്സ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മാസ് എന്ന് പറയുന്നത് 930 milligrams ആണ്. ദാറ്റ് ഈസ് ദ ഡേറ്റ വാട്ട് വി ഹാവ്. 10 to the power 23 ആറ്റംസ് ഓഫ് X has a mass of 930 milligrams. What you are expected to calculate is calculate its molar mass. Okay, so let's see the solution. So this is the aim. This is the aim of this question. You need to calculate the mass of molar mass എന്ന് പറഞ്ഞാൽ mass of what? Mass of 1 mole of that substance, and 1 mole of that substance എന്ന് പറഞ്ഞാൽ how many molecules are there? There are Avogadro number of molecules. നമ്മളിപ്പം മാസിനെ റിലേറ്റ് ചെയ്ത് അറ്റോമിക് മാസിനെ റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ മോളിക്കുലാർ മാസിനെ റിലേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണോ അതോ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസിനെ റിലേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണോ? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ഡേറ്റ ദേ ഹാവ് ഗിവൻ യു. they have given you the number of atoms. So അതിനെ നമ്മളുടെ ഈ എന്താ പറയുന്നത്, it should be atoms. Okay, mass of Avogadro number of atoms of X, because X is an element according to the question. Fine. So നമുക്ക് അവർ നമ്പർ ഓഫ് ആറ്റംസ് തന്നു. നമ്മൾ അന്നേരം ആ 1 mole equal to atomic mass, like gram atomic mass or gram molecular mass, which is equals to Avogadro number of particles. അവിടെ 3 things are there. 1 mole in terms of mole, then it is in terms of mass, that is the atomic gram molecular mass or gram atomic mass, and then it is in terms of number, that is Avogadro number of particles. So നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എന്തിനെ ലിങ്ക് ചെയ്താന്നുള്ളത് നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, and you can start the question based on that.
Okay, but then everything starts with that 1 mole connecting mass and then connecting with the number of particles. So when they have given you the number of particles, you will also connect it with the number of particles, right? So the mass of Avogadro number of atoms, this is atoms of element X, is what you are expected to calculate, right? So the question says that 10 power 23 atoms ന്റെ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ 10 power 23 atoms എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മാസ് എന്ന് പറയുന്നത് 930 milligrams ആണ്. Okay, so they are asking you calculate the molar mass of the element X. Okay, so നമുക്ക് 10 power 23 atoms of X അറിയാം. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് എക്സ് എത്രയാണെന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനി നിങ്ങളെല്ലാവരും മിസ്റ്റേക്ക് ചെയ്യാൻ പോകുന്നത്, സി ആസ് ഫർ ആസ് എക്സാമിനർ നിങ്ങളോട് മില്ലിഗ്രാംസിൽ ആൻസർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളതിനെ ഗ്രാംസിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം. സ്പെഷ്യലായിട്ട് ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ട് ദാറ്റ് കാൽക്കുലേറ്റ് ദാറ്റ് ഇൻ മില്ലിഗ്രാംസ് എന്ന് പറഞ്ഞെങ്കിൽ മാത്രം മില്ലിഗ്രാംസിൽ കാൽക്കുലേറ്റ് ചെയ്യാവുള്ളൂ. ഈവൻ ദോ ഇഫ് യു ഹാവ് ഗോട്ട് ദ ഡേറ്റ ഇൻ മില്ലിഗ്രാംസ്, ഇവിടെ നമുക്ക് 930 milligrams എന്നാണ് തന്നിരിക്കുന്നത്. It's your duty to convert it into grams and then start the calculation, okay, or use that 930 in milligrams and calculate everything and then convert it to grams. Okay, that's your choice. And but നിങ്ങളുടെ ചോയ്സ് ആണ്, പക്ഷെ അത് do it like don't mess it up. Okay, so here I'm first converting that 930 milligrams to grams, so it is 0.930 grams. So 10 power 23 atoms of element X in the mass എന്ന് പറഞ്ഞാൽ 0.93 grams ആണ്. So Avogadro number of atoms of X in the mass എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? It will be 0.93 divided by 10 power 22 into 6.022 into 10 to the power 23. So the answer is 56 grams. This is the molar mass. Okay, this is the molar mass. So the molar mass of the given element is 56 grams per mole എന്ന് നമ്മൾ പറയും. എന്തുകൊണ്ടാണ് പെർ മോൾ എന്ന് വെച്ചാൽ ഒരു മോളിൻ്റെ എത്രയാണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. So the molar mass of the element X is 56 grams per mole. So I hope it's quite easy, right? I hope you guys are understanding. So now you have, I'm giving you one question, you have to try it yourself. Okay, this is ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്, ഇറ്റ്സ് ഗുഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ആൻഡ് ഇഫ് യു ഗെറ്റ് ദ ആൻസർ, ഇഫ് യു ആർ ഏബിൾ ടു സോൾവ് ദിസ് ക്വസ്റ്റ്യൻ, പ്ലീസ് you can comment in the comment section that you have got the answer. And if you have not got the answer, but you need to try. Okay, and if you have not got the answer, നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ഇടാം. ഞാൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ സൊല്യൂഷൻ ആദ്യം മെൻഷൻ ചെയ്തിട്ടായിരിക്കും നമ്മളുടെ പുതിയ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനിവിടെ നിങ്ങൾക്ക് ആൻസറും പറഞ്ഞേക്കാം. ദിസ് ഇസ് ദ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ. യു ക്യാൻ ട്രൈ സോൾവിങ് ദിസ് ക്വസ്റ്റ്യൻ ആൻഡ് മാച്ച് ദി ആൻസർ. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, വളരെ ലൈക്ക് ജസ്റ്റ് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല, കുറച്ച് നല്ല ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. കൈൻഡ് ഓഫ് എ മിസ്ലേനിയസ് ക്വസ്റ്റ്യൻ. ഓക്കെ, so you guys should comment in the comment section whether you were able to answer the question or not. Okay, so that's all for today. And yeah, this is the end of mole concepts. Do practice these questions. And ee variety തന്നെ നിങ്ങൾ എന്താ പറയുക, നമ്മൾ 4 varieties cover ചെയ്തു, almost covers everything. And then you can practice more questions from different books. Okay, try to understand the concepts. Okay, and yeah, this is the end of our chapter atoms and molecules. After this we are left with just one chapter, that is our last chapter of class 9 chemistry syllabus. So we'll be starting that and we'll finish it soon as well. Okay, and you can find 10th standard videos as well. I'll be uploading now the 10th standard chemistry syllabus as well. Okay, so you can, if you are getting promoted to 10th standard and if you want to follow, you surely can join our channel and then watch all those videos if you're finding it helpful. So yeah, that's all for today. So I hope you guys like this video. So don't forget to like, share and subscribe. Thank you.